അക്കാണും മാമലയൊന്നും നമ്മുടേതല്ലൻ മകനേ, ഈ കായൽ കയവും കരയും ആരുടേതുമല്ലൻ മകനേ. പുഴുപുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുറുവങ്ങൾ പരകാല പരദൈവങ്ങൾ ഉലയാടികൾ നമ്മളുമൊപ്പം. തനനന്നനനന്നനനാനേ തനനാനനെ തന്നാനേ തനനന്നന തന്നനതാനേ തനനാനന തന്നന തന്നെ. കൗബോയ്കളുടെ നാട്ടിലേക്കാണ് നമ്മുടെ യാത്ര. വലിയൊരു കാസിനോട്ടാ നോക്കിയാ. യൂറ്റാ, കൊളറാഡോ, അരിസോണ, ന്യൂ മെക്സിക്കോ. വിജനത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിജനതയുടെ ഒക്കെ പീക്ക് ലെവൽ കേട്ടോ. അപ്പൊ നമുക്ക് കൊടുത്ത് ഇൻഡിജിനസ് പീപ്പിളിനെ ജസ്റ്റ് ഒന്ന് കാണാം. ഓ ഭയങ്കര സംഭവട്ടോ പണീന്റെ. വേറെ ഹാപ്പി ആയില്ലേ ആ വിഷയം കണ്ടപ്പോ? ഞാൻ ഹാപ്പി. അപ്പൊ നമ്മള് ട്രെയിൻ കണ്ട സന്തോഷത്തില് നേരെ ഡുറാങ്കോന്ന് നമ്മുടെ ഫോർ കോർണർ പിടിക്കാൻ പോണട്ടാ. അമേരിക്കയിലെ 4 സ്റ്റേറ്റുകള് ഒന്നിക്കണ ആ പോയിന്റിൽ പോയിട്ട് 2 കാലും 2 കൈയും കുത്തിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കണ്ടേ. അപ്പൊ നമുക്ക് അവിടേക്ക് എത്താനായിട്ട് ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമേരിക്കയിലെ ഏറ്റവും നല്ല ജിയോഗ്രഫിക്കൽ പോയിന്റ് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു പോയിന്റാണ് ഫോർ കോർണർ. നമ്മുടെ ഈ യാത്രയിലെ കുറേ നാൾ കാത്തിരുന്ന ആ ഒരു മൊമെന്റത്തിലാണ് നമ്മൾ യാത്ര ചെയ്യണത്. ഡുറാങ്കോന്ന് അങ്ങനെ നമ്മുടെ കപ്പിത്താനും കൊണ്ട് നമ്മുടെ യാത്ര തുടങ്ങി. ഈ യാത്ര തുടങ്ങുമ്പോഴേ നമ്മളിപ്പോഴും പറയണതാ ഫോർ കോർണർ എന്ന്. സംഭവം വലിയ ഒരു ഹൈപ്പിനുള്ള ഐറ്റം അല്ലെങ്കിലും ഉണ്ടല്ലോ, അത് അമേരിക്കനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അമേരിക്കയുടെ ഹിസ്റ്ററിയും ജിയോഗ്രഫിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പോയിന്റ് കൂടിയാണ് ഈ ഫോർ കോർണർ. അപ്പൊ അതിലേക്കുള്ള യാത്ര നമ്മൾ തുടങ്ങണം. രാവിലെ തന്നെ ആ തണുപ്പത്ത് നല്ല തണുത്ത് ഉറച്ച് നിൽക്കണ നേരത്ത് കൽക്കരി ട്രെയിൻ നമ്മുടെ മുമ്പിൽ കൂടെ പോയപ്പോണ്ടായ ഒരു ചൂടുണ്ടല്ലോ, അതിനൊരു വേറൊരു വൈബായിരുന്നു കേട്ടോ. ആ ഓർമ്മകൾ ശരിക്കും ആ ഡുറാങ്കോ പട്ടണത്തിന് നമ്മൾ എപ്പോഴും പിടിച്ചു നിർത്തിയത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ആ ട്രെയിൻ ഷോട്ട് തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ ഫോർ കോർണർ ലക്ഷ്യമാക്കിയുള്ള യാത്ര നമ്മൾ പതുക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പോണ വഴിക്ക് ഒരു കാപ്പി കുടിച്ചിട്ട് പോവാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു ചെറിയ കാപ്പി കുടിക്കുന്ന ശീലമുണ്ട്, പക്ഷെ കാപ്പി മേടിക്കാൻ നമ്മൾ മറന്നു രാവിലെ. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഏതോ ഒരു ഗ്രാമത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, ചെറിയൊരു ടൗൺ. അപ്പോൾ നമ്മൾ ഇന്നലെ ഉച്ചതിരി നിർത്തിയ കൊണാക്കോ പെട്രോൾ സ്റ്റേഷനിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഒരു കാപ്പി മേടിച്ചിട്ട് പോവാം. ഒരു ഓൾഡ് സിറ്റി എന്നൊക്കെ പറയണ പോലെ കേട്ടോ. അപ്പോൾ നമ്മൾ കാപ്പി നമ്മുടെ ഇതിൽ നിറച്ചു കേട്ടോ. കാപ്പി നിറച്ചു. നമ്മുടെ ഇറച്ചി ഉണക്കിയത് സ്റ്റിക്കായിട്ട് വരും, നമ്മുടെ സോസേജ് കിട്ടുന്ന പോലെ. അപ്പോൾ അത് പറഞ്ഞാൽ മേടിച്ചു. ഉറക്കം വരാതിരിക്കാൻ ഉപരിന്ന ടേസ്റ്റുള്ള സാധനമാടാ. പോവാം നമുക്കിനി ഇപ്പോൾ കുറച്ച് ദിവസം കഴിക്കാൻ പാടില്ല. നമ്മൾ അമ്മയ്ക്ക് വിടാം വേറെ കാര്യം. ഇനി നമുക്ക് 58 മിനിറ്റ് യാത്ര തന്നെയാ. നമ്മള് പെട്ടെന്ന് നമ്മുടെ ഭൂപ്രദേശമൊക്കെ മാറിയിട്ടാ, മഞ്ഞിന്റെയും അല്ലെങ്കിൽ ആ മലകളുടെ ഭംഗിയൊക്കെ മാറി നമ്മൾ നിരപ്പായ സ്ഥലത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മള് ന്യൂ മെക്സിക്കോ അതേപോലെ അരിസോണ ഏരിയയിലേക്ക് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി 50 മിനിറ്റ് മതി നമ്മൾ പറഞ്ഞ 4 കോർണറിലേക്ക് എത്താനായിട്ട്, 4 സ്റ്റേറ്റുകൾ യോജിക്കുന്ന സ്ഥലത്തേക്ക് എത്താനായിട്ട്. അപ്പൊ എന്തായാലും ഒരു ഭയങ്കര കാഴ്ചയായിരുന്നു. കൊളറാഡോന്ന് നമ്മൾ അവസാനിപ്പിക്കണം. ലാസ്റ്റ് ലാപ്പ് കൊളറാഡോ അടിച്ചുകൊണ്ടിരിക്കണ്. ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ അമേരിക്കയിലുള്ള ആൾക്കാരായിക്കോട്ടെ അല്ലാത്ത ആൾക്കാരായിക്കോട്ടെ, കൊളറാഡോ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കിയിരിക്കുമോ. നിങ്ങൾ വിഷ്വൽസ് കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസ് കണ്ടിട്ടുണ്ടാവും. ഒരു മാസ്മരിക ലോകം തന്നെയാണ് കൊളറാഡോട്ടാ. അപ്പൊ നമ്മൾ വീണ്ടും കൗബോയ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കൗബോയ്കളുടെ നാട്ടിലേക്കാണ് നമ്മുടെ യാത്ര. ന്യൂ മെക്സിക്കോ, അരിസോണ. അപ്പൊ റെഡ് ഇന്ത്യൻസിന്റെ കൂടെയൊക്കെ ആയിരിക്കും ഇനി അടുത്ത നമ്മുടെ കുറച്ച് എപ്പിസോഡുകൾ. അരിസോണ സ്റ്റേറ്റ് നമ്മൾ വേറൊരു രൂപത്തിലേക്ക് മാറ്റാനായിട്ടുള്ള ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. മലകൾ തീർന്നിട്ടില്ല, മുകളിലുണ്ട്. ഓക്കെ, നമ്മളിപ്പോ സമുദ്രനിരപ്പിന്റെ ഏകദേശം ലൈനിലേക്ക് താന്നുണ്ട് കേട്ടോ. എന്താ പറയാ, ഇനി നമ്മള് ഗ്രാൻഡ് കാന്യോൺ, ലോകത്തിലെ ഒരു വേൾഡ് നാച്ചുറൽ വണ്ടർ ആയിട്ടുള്ള ഗ്രാൻഡ് കാന്യോൺ കാണാനായിട്ട് പോവാണ്. അതിന്റെ ഒരു വിഷ്വൽ ട്രീറ്റ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ മോണുമെന്റ് വാലി, ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് വെറൈറ്റി ഡ്രൈയസ്റ്റ് ആയിട്ടുള്ള കാഴ്ചകളും എന്താ പറയുക ഡ്രൈ ആയിട്ടുള്ള ഷോട്ടുകളും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് തണുപ്പും അതുപോലെ ഡ്രൈനെസ്സും. അതിൽ വീഡിയോ എടുക്കുമ്പോൾ ഒരു ജീവൻ കൊണ്ടുവരാൻ പറ്റും. നമ്മൾ കുറെ ഗ്രീനറിയിലുള്ള ഭയങ്കര വിഷ്വലി നമ്മൾ എടുക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് എറിപ്പിക്കാൻ പറ്റാത്ത പോലെ എനിക്ക് ഉള്ളിലേക്ക് തോന്നാറുണ്ട്.
വേറെ ഒന്നുമല്ല, ചെടികളൊക്കെ ജീവൻ വെച്ച് നിൽക്കുമ്പോ നമ്മളൊന്നും അല്ലാത്ത പോലെ എന്ന് പറയില്ലേ, ബാക്കിയുള്ള സ്ഥലത്ത് ചെടികളൊന്നുമില്ല, അതുപോലെ വേറെ ഒന്നുമില്ല, ജീവനുള്ളത് നമ്മൾ മാത്രമല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ മരുപ്രദേശങ്ങളിലും ഐസിലൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരു രസമാണ്. എന്ന് വെച്ചാൽ നമുക്ക് മാത്രമേ അവിടെ ജീവനുള്ളൂ. നമ്മൾ ഗ്രീനറിയിലും അല്ലെങ്കിൽ എന്താ പറയാ പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്തൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ചുറ്റുള്ള എല്ലാത്തിനൊരു ജീവനുണ്ട്. അപ്പൊ നമുക്കൊരു എനർജി കിട്ടൽ കുറവാ, അതാണ് എനിക്ക് തോന്നണം. എനിക്കറിയില്ല, എന്തായാലും നമ്മളൊരു നമീബിയൻ മൂഡിലുള്ള എപ്പിസോഡിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത്. അപ്പൊ നമ്മൾ നേരെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോ ഒരു ചെറിയൊരു ടൗണിലേക്ക് എത്തിയിരിക്കട്ടാ. ഇവിടത്തെ ഇപ്പൊ ഇത്തിരി ചൂടൊക്കെ എടുക്കുന്നുണ്ട്. സെക്ടറിന്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഇവിടെ നല്ല വെയില്, ടെമ്പറേച്ചർ ഒക്കെ ഇത്തിരി താഴ്ത്തിക്ക് വന്നിട്ടുണ്ട്. എന്നാലും മൈനസ് ഇല്ല എന്നുള്ളൂ, ഒരു 2-3 ഡിഗ്രിയിലാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ നിൽക്കുന്നത്. കൊളറാഡോ വെൽക്കം സെന്റർ, ചെറിയൊരു പട്ടണം നമ്മൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ 41 മിനിറ്റ് ഉണ്ട് ഫോർ കോർണറിലേക്ക്. എനിക്കാണ് അതിന് മുമ്പുള്ള ഏറ്റവും വലിയ പട്ടണമായിരിക്കും ചിലപ്പോൾ ഇത്. ഈ സിറ്റിയും ഈ പറഞ്ഞ പോലെ ഹിസ്റ്റോറിക്കൽ സൈറ്റ് തന്നെ ആയിരിക്കും ഇതൊക്കെ. ഈ ചെറിയ ഇവിടുത്തെ സിറ്റികൾക്ക് എല്ലാത്തിനും ഒരു ചെറിയ ചെറിയ കഥകൾ പറയാണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കച്ചവടത്തിന്റെയും അല്ലെങ്കിൽ മൈനിങ് സെക്ടറിന്റെ ഒക്കെ മെയിൻ സംഭവങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ. ഇതൊന്നും ഇല്ലെങ്കിലും കൗബോയ്സിന്റെ കഥ പറയാന്ന് പറയില്ലേ, അതേപോലത്തെ ഒരു ഏരിയയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ആൾക്കാരായാലും അങ്ങനത്തെ ഒരു ഡ്രസ്സിങ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരെ പോലെ തോന്നിയിട്ട് കണ്ടിട്ട്. അങ്ങനെ നമ്മള് റെഡ് ഇന്ത്യൻസിന്റെ അടുത്തേക്ക് എത്തുന്നോറും നിങ്ങൾക്ക് നമ്മള് ഒക്ലഹോമയില് കണ്ട പോലെ തന്നെ കാസിനോസ് കാണണ്ട. അകലെ കാസിനോകൾ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് വലിയൊരു കാസിനോട്ടാ. നോക്കിയാ എന്തുട്ടാ വലിപ്പം കാസിനോന്റെ. അപ്പൊ ഈ ഏരിയയിലുള്ള റെഡ് ഇന്ത്യൻസോ അല്ലെങ്കിൽ കൃഷിക്കാരൊക്കെ ഈ ഒരു കാസിനോയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും നമ്മളെ എത്താറായിട്ടാ. നമ്മളിനിയും 29 മിനിറ്റ് കൂടി 45 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മളെത്തി. കാസിനോ വലിയൊരു കാസിനോ കടന്നു പോകണുണ്ടോ നമ്മുടെ മുമ്പിൽ നിന്ന്. നമ്മൾ അരിസോണയില് കാണാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ കാണുമെന്ന് ആഗ്രഹിച്ച ആ ഡ്രൈനസ് നമ്മുടെ മുമ്പിലേക്ക് വന്നു തുടങ്ങിട്ടാ. കൊളറാഡോന്റെ ആ രൂപഭാവം മൊത്തം മാറി. നമ്മളിന്ന് രാവിലെ കണ്ട കാഴ്ചകളിലൊക്കെ മറന്നു കളഞ്ഞോ. ഇനി നമ്മളൊരു ഡ്രൈ ലാൻഡ് കാണാനാണ് പോണത്. പിന്നീട് ടെറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഭീകര ടെറൈനാണ്. എക്സ്പ്ലോറിംഗ് ടെറൈൻസ് നമ്മൾ ട്രാവൽസിന്റെ അടിയിൽ എഴുതി കാണിക്കുന്ന പോലെ ഇന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പോണ ഈ ടെറൈൻ ഇതിന്റെ ഒരു പീക്ക് ലെവലിൽ നമ്മൾ കാണാൻ പോണത്. ഒറ്റയ്ക്ക് ഞാൻ എന്റെ മാക്സിമത്തില് വിഷ്വൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും. അതെന്റെ ഏറ്റവും പീക്ക് വിഷ്വൽസ് ആയിരിക്കും ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റിയാല്. എന്തായാലും നമ്മളിത് ചെയ്യണത് ഒരു ഹിസ്റ്ററിയാണ്. നമ്മള് വണ്ടി എടുത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ വന്ന് അമേരിക്ക മൊത്തം കറങ്ങണത് ഒരു ഹിസ്റ്ററിയാണ്. അപ്പൊ ഇതിലത്തെ ഓരോ എപ്പിസോഡും ഓരോ ഭാഗങ്ങളും എല്ലാവർക്കും പിന്നീടായാലും ഉപകരിക്കാവുന്ന സംഭവങ്ങളാണ്. അപ്പൊ നമുക്ക് ഫോർ കോർണർ അടിച്ച് നമ്മളെ അരിസോണയുടെ വിജനതയിലേക്ക് നമുക്ക് കടക്കാം. ഇനി നിമിഷങ്ങൾ മാത്രം ഫോർ കോർണറിലേക്ക്. നമ്മള് നമ്മുടെ റേഞ്ചിലേക്ക് കടന്നു തുടങ്ങി. അരിസോണ ഭാഗത്തേക്ക് എത്തുമ്പോ മാറ്റങ്ങൾ വരണ്ട. ഭൂപ്രദേശത്തിന്റെ മാറ്റം വന്ന് ഒരു വണ്ടർ മുമ്പിൽ കയറി നിൽക്കുന്നുണ്ടാ. എന്നൊരു സംഭവം നോക്കാം. കൊത്തിയെടുത്തിട്ടുള്ള കല്ല് പോലെയാണ് നമുക്ക് ഇവിടുത്തെ ഓരോ മലകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. എന്തായാലും ആ ഒരു മായാലോകത്തേക്ക് നമുക്ക് പതുക്കെ പതുക്കെ കിടക്കാട്ടാ. വേൾഡില്ലേ നമ്മള് ഫോർ കോർണറിലേക്ക് പോകാൻ വഴിക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റി. അപ്പൊ നമ്മള് വീണ്ടും ഇന്നലെ സാൻഡ് ഡ്യൂൺസ് കാണാനായിട്ട് ഡൈവേർട്ട് ചെയ്ത പോലെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് പോകട്ടാ. വിജനത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിജനതയുടെ ഒക്കെ പീക്ക് ലെവൽ കേട്ടോ, രക്ഷയില്ല. ഇതായാലും നമ്മൾ നേരെ 31 കിലോമീറ്റർ സ്ട്രെയിറ്റ് വഴി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോർ കോർണറിൽ എത്തിട്ടാ. നമ്മൾ ഇന്ന് രാവിലെ വന്ന വഴിയും അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ വന്ന വഴിയൊക്കെ വിട്ടിട്ട് നിങ്ങൾ ആലോചിക്കുക. ആ ടെറയും മാറിയ മാറ്റം ഭയങ്കര ഭൂപ്രകൃതി ചേഞ്ച് ആവണം കേട്ടോ. അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ലെവലിൽ നിന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഫോർ കോർണേഴ്സ് 18 കിലോമീറ്റർ ഇതിൽ 30 കിലോമീറ്റർ കാണിക്കുന്ന ചോദിച്ചാ. ഈ കുഴികളാണ് അപ്പുറത്ത് ഇപ്പത്തെ കുറെ കുഴികളാണ്. നിങ്ങള് ഇതിന്റെയൊക്കെ വേറെ വെർഷനിലേക്ക് നമ്മള് കടക്കാൻ പോകണ്ട. ഗ്രാൻഡ് കാന്യോൺ കാണാൻ പോകണം നമ്മള്. ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ നാളെ കഴിഞ്ഞ് മറ്റന്നാളൊക്കെ നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തുള്ളൂ. കുറെ ദൂരെ യാത്ര ചെയ്യണം നമുക്ക്. അതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ കുറെ വണ്ടേഴ്സ് കാണാനുണ്ട്. അപ്പൊ എന്തായാലും ആദ്യം നമുക്ക് ഫോർ കോർണർ പിടിക്കാം. അക്കാണും മാമലയൊന്നും നമ്മുടെതല്ലൻ മകനേ, ഈ കായൽ കയവും കരയും ആരുടേതുമല്ലൻ മകനേ. പുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുറുവങ്ങൾ പരകാല പരദൈവങ്ങൾ ഉലയാടികൾ നമ്മളുമൊപ്പം. തനനന്നനനന്നനനാനേ തനനാനനെ തന്നാനേ
തന്നന തന്നന താനേ തനനാനന തന്നന തന്നെ പുഴുപുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുറുവങ്ങൾ പരകാലം പരദൈവങ്ങൾ തനനാനന തന്നന തന്നെ തനനാനേ തന്നാനേ തന്നാനേ താനേ താനേ തനനാനേ താനേ താനേ തനനാനന തന്നന താനേ ലലലലലാലാ പാട്ട് പാടിയൊക്കെ ഇരിക്കാന്ന് പറഞ്ഞാലേ ശരിക്കും എൻജോയ് ചെയ്തിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ഈ എൻജോയ്മെന്റ് നിങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നമ്മള് എടുത്തെടുത്ത് പോകണ്ട്. അരിസോൺ അല്ല, അതിന്റെ അപ്പുറം നമ്മൾ അടിക്കും, ചിന്തിക്കാൻ പറ്റുന്ന ലെവലിൽ അടിക്കും. ഇതൊക്കെ നമ്മുടെ ഒരു ഉള്ളിലെ കോൺഫിഡൻസ് ലെവലിൽ പറഞ്ഞതാ. നമ്മുടെ ചില ആൾക്കാർ നമ്മൾ എന്നെ കുറ്റം പറയാറുണ്ട്. ഇവന് ഭയങ്കര പോസ്റ്റാണുള്ള സ്റ്റേവന് ഭയങ്കര ഹൈപ്പ് പഠിക്കണല്ലോ, ഇവൻ സ്വന്തമായിട്ട് ഭയങ്കര ഹൈപ്പ് പഠിക്കണെന്നൊക്കെ പറയും. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്നെ കുറച്ച് ഓണാക്കി നിർത്തിയാൽ മാത്രമേ നിങ്ങൾ ഈ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ ഓണാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് സാറിൻ്റെ എന്തിനെ തൊടാൻ പറ്റില്ല എന്ന് പറയണതിൻ്റെ വലിയ കാരണം അതാ. എന്തായാലും ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് എത്രത്തോളം അത് ഗ്രഹിക്കാൻ പറ്റണമെന്ന് എനിക്കറിയില്ല. എന്തായാലും വെച്ചലക്കണം നമ്മൾ നോർത്ത് സുഡാനിൽ നിന്ന് വണ്ടി ഓടിച്ച് ഈജിപ്ത് ഷൈലിലേക്ക് പോണ സമയത്ത് കണ്ട ആ ഒരു കാഴ്ചയിലെ ഒരു ചെറിയൊരു മുഖച്ചായ ഒരു ഏരിയ കേട്ടോ. എന്തായാലും വെച്ചലക്കനെ നമുക്ക് 5 മിനിറ്റിനുള്ളിൽ നമ്മൾ 4 കോർണർ എത്തും. അമേരിക്കയുടെ 10 ജിയോഗ്രഫിക്കൽ പോയിന്റുകളിൽ ഒന്നായിട്ടുള്ള 4 കോർണറിലേക്ക് നമുക്ക് ഇനി 5 മിനിറ്റ് മാത്രം. അമേരിക്ക അങ്ങനെ നമ്മൾ അടുത്തോണ്ടിരിക്കട്ടോ. നമ്മൾ അടുത്ത റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോയിന്റിലേക്ക് എത്തണം കേട്ടോ. ഇവിടുന്ന് റൈറ്റ് ആണ്. ഒരു ജിയോഗ്രഫിക്കൽ എനിക്കാണെങ്കിൽ മാപ്പും കീപ്പൊക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മെയിൻ സ്ഥലങ്ങളൊന്നാണ് അമേരിക്കയിലെ ഈ 4 കോർണർ കേട്ടോ. നമ്മൾ വളഞ്ഞു വരുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 4 കോർണറിൻ്റെ ബോർഡ് കാണാം കേട്ടോ. ഇത് കണ്ടോ 4 കോർണർ മോണ്യുമെന്റ് USA കോർണേഴ്സ്. ഓക്കെ, അപ്പം എന്തായാലും ടിക്കറ്റിങ് സംഭവങ്ങളൊക്കെ അവിടെ എവിടെയാണ് എടുക്കേണ്ടത് നമുക്ക്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കയറി പോവാട്ടോ. ഇത് വേറൊരു വേൾഡിലേക്ക് നമ്മൾ അടുക്കാൻ പോകണട്ടാ. ഇതിന് ചുറ്റുണ്ടല്ലോ ഭയങ്കര ഡ്രൈനെസ്സാ. ഡ്രൈക്കൊരു പ്രത്യേക ഭംഗി, ചിന്തിക്കാൻ പറ്റാത്തൊരു ഭംഗിയാണ് നമ്മൾ അപ്പുറത്ത് ഇപ്പുറത്ത് കാണുന്നത്. അടിപൊളി കാഴ്ചട്ടാ. നമ്മളെ ഗ്രാൻഡ് കാന്യോണിലേക്ക് എത്താനായിട്ട് മുമ്പില്ലേ ഒരു ചെറിയ സാമ്പിളുകൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുക. അങ്ങനെ പുട്ടുപുട്ടാന്ന് ചെറിയ മുട്ടുപൊട്ടിക്കാന്ന് പറയില്ലേ, സാമ്പിൾ വെടിക്കിട്ട് തന്നുകൊണ്ടിരിക്കണ. എന്തായാലും നമുക്ക് 4 കോർണറിലേക്ക് പതുക്കെ അടുക്കാം. ദി നവാജോ നാഷണൽ 4 കോർണേഴ്സ് മോണ്യുമെന്റ് ട്രൈബൽ പാർക്സ് USA. ഇതിന്റെ അടുത്തൊക്കെ ട്രൈബൽ $8 കൂട്ടപ്പോ $8 മാത്രല്ല $16 പോവും. വിസ കാർഡൊക്കെ കിട്ടുന്നത് എഴുതി വെച്ചിട്ടാ. തമ്പാച്ച പൈസ പോണ വഴി എന്റെ കാർഡ് കൂടി. ഓക്കെ, കാർഡ് കൂടിണ്ട്. എന്തെങ്കിലും ഡിസ്കൗണ്ട് തരാം ചേട്ടാ. ഇന്ത്യയിൽ നിന്നൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഹലോ, ഗുഡ് മോർണിംഗ്. സോറി, 1. ഇവിടുത്തെ ഇംഗ്ലീഷിൻ്റെ വ്യത്യാസം ഉണ്ട്. ഇംഗ്ലീഷ് നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞ പോലെ ഇവിടുത്തെ ആൾക്കാർ ഇംഗ്ലീഷ് പറഞ്ഞ. റെഡ് ഇന്ത്യൻസിൻ്റെ റേഞ്ച് വരെട്ടോ. പാർക്ക് 8 മണി മുതൽ 4:45 വരെ കേട്ടോ. നിങ്ങൾ വരുമ്പോൾ 8 മണിക്കും 4:45 ഇടയിലേക്ക് കൊണ്ട് വന്നാൽ മതി. താങ്ക് യു. ഇവർ ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാവും കേട്ടോ. വേറെ ആരും ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാവില്ല. റെഡ് ഇന്ത്യൻസിൻ്റെ ഇംഗ്ലീഷ് മനസ്സിലാവും. നമ്മളെ പോലെ പഠിച്ചെടുക്കണ ആൾക്കാരാ. ചാത്തിട്ട് അറിയണല്ലേ നീ പണിയുണ്ട് കേട്ടോ. നമ്മൾ നേരെ അവരുടെ പാർക്കിങ്ങിലേക്ക് കിടക്കണ. കുറേ ഫ്ലാഗും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ടെറൈനാണ്. ഈ 4 സംസ്ഥാന ജില്ല എന്ന് പറയണത് സംസ്ഥാനത്തിന് നടുക്കില് അല്ലെങ്കിൽ റൗണ്ട് ആക്കിയിട്ട് കുറേ ഫ്ലാഗൊക്കെ വെച്ചിട്ടാ. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഒരു ഹിസ്റ്റോറിക്കൽ പോയിന്റ് അല്ലെങ്കിൽ ഒരു ജിയോഗ്രഫിക്കൽ പോയിന്റ് നമ്മൾ ടച്ച് ചെയ്യാൻ പോകുന്നത് അമേരിക്കയുടെ എന്ന് പറയുമ്പോൾ ഒരു പവർ ഉണ്ടല്ലോ, അത് വേറെ കേട്ടാ. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഒന്ന് സാധനം നിർത്തോ നീ ഒന്ന്. കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ ആൾക്കാർ വരണതിനൊരു കുറവില്ല. ഇതിന്റെ അടുത്ത രസം എന്താ വെച്ച് കഴിഞ്ഞാൽ കാണുന്ന ആൾക്കാരൊക്കെ ഇന്ത്യക്കാരാ. അങ്ങനെയുണ്ട് കേട്ടോ. ടൂറ് വരേണ്ട ഒരുവിധമൊക്കെ ആൾക്കാർ ഇന്ത്യക്കാരാ വരണേട്ടാ. എന്തായാലും നമുക്ക് ആ ഒരു മായ കാഴ്ച കാണാം. വണ്ടി ഒതുക്കാം നമുക്ക് ആദ്യം. കുറേ ഏരിയ ഒന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യില്ല കേട്ടോ. വളരെ ഒരു ചെറിയൊരു സ്ഥലം മാത്രമേ തന്നെ ഉള്ളൂ. സർവീസ് ഡോഗ്സ് ഓൺലി ഓൺ ദിസ് പോയിന്റ്. ഇവിടെ ഈ ഇൻഡിവിജ്വൽസ് പീപ്പിള് ഇവിടുത്തെ ലോക്കലായിട്ട് ആൾക്കാർ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടാണ്. സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പോയിന്റിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഊട്ടിയിൽ ടിബറ്റ് മാർക്കറ്റിലേക്ക് പോലെ അതേപോലെ ഇവിടെ ഓരോ ചുറ്റും ഓരോ ഇൻഡിവിജ്വൽസ് പീപ്പിൾ സാധനങ്ങൾ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടാ. ഒരു ക്യാമറ ചേട്ടുണ്ട്.
ആ ക്യാമറ ചാനൽ കൊണ്ട് നമുക്കൊരു വീഡിയോ എടുപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ മെക്സിക്കോ, ഇപ്പുറത്തെ കള്ളിലേക്ക് വരികയാണെങ്കിൽ അരിസോണ. നമ്മളിപ്പോൾ അരിസോണയിലെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്തു. ഇവിടെ നിൽക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറ്റ, ഇവിടെ നിൽക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളറാഡോ. അപ്പോൾ നമ്മൾ ആ സൈഡിൽ നിന്ന് വന്നത് നമ്മളിപ്പോൾ ന്യൂ മെക്സിക്കോ ക്രോസ് ചെയ്തിട്ടാണ്. നമ്മൾ വരുമ്പോൾ ഒരു ബോർഡ് കണ്ടില്ല, അപ്പോൾ ന്യൂ മെക്സിക്കോ ക്രോസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ അരിസോണ നിൽക്കണം. 4 സംസ്ഥാനങ്ങൾ ഒന്നിക്കണ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇതൊരു പോയിൻ്റാണ് യൂറ്റ. അതിൽ കറക്റ്റ് ആ പോയിന്റിൽ ഒരു എഴുതി വെച്ചിട്ടുണ്ട് നോക്കിയാണ്ട, യൂറ്റ, കൊളറാഡോ, അരിസോണ, ന്യൂ മെക്സിക്കോ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് 4 സ്റ്റേറ്റിലും കാലുകുത്താട്ടാ. ഇപ്പോൾ നമ്മൾ ന്യൂ മെക്സിക്കോയില്, അരിസോണ, നമുക്ക് തൃശ്ശൂരുകാരുള്ള ഒരു ചെറിയൊരു പവർ ഉണ്ട്. എപ്പോൾ വീണാലും 4 കാലല്ലേ വീഴുള്ളൂ. നമ്മളങ്ങനെ 4 സ്ഥലത്തും നമ്മുടെ മുദ്ര പതിപ്പിക്കുന്നു കേട്ടോ. യൂട്ട, കൊളറാഡോ, അരിസോണ, ന്യൂ മെക്സിക്കോ. ചിന്തിക്കാൻ പറ്റുമോ? സിമ്പിളാണെങ്കിലേ ഭയങ്കര പവർഫുൾ ആട്ടത്, ഒരു എനർജിൻ്റെ ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇൻഡിജിനസ് പീപ്പിളിനെ ജസ്റ്റ് ഒന്ന് കാണാം. നമ്മൾ ഊട്ടിയിൽ ടിബറ്റൻ മാർക്കറ്റിലൊക്കെ പോണ പോലെ ഇവിടുത്തെ ആൾക്കാരുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. പേടിക്കാനൊന്നും മൂടില്ല, ജസ്റ്റ് നോക്കിയിട്ട് പോവാം. ഒരു പെയിൻറ്റിങ് ആയിട്ട് മൊത്തം കാണുക. എന്നിട്ട് മുഖം കണ്ട ഇതൊക്കെ വരച്ച് വെച്ചിട്ടില്ല കേട്ടോ സംഭവങ്ങളൊക്കെ. അവരുപയോഗിക്കണ കോടാലി. ഡ്രീം ക്യാച്ചറിന്റെ അമേരിക്കൻ വർഷട്ടാ. അവരുടെ മുഖം കണ്ട റെഡ് ഇന്ത്യൻസ് വെറുതെ വിളിക്കണേ. ഇവിടുത്തെ പാറകളിൽ വരച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു പുള്ളിക്കാരൻ ആളെ വൈഫും കൂടി ഉണ്ടാക്കിയുള്ള സാധനം ഉണ്ടാ. വെറുതെ ഓരോ വെറൈറ്റി സാധനം ഉണ്ടാക്കിയ ചെയ്യുന്നത്. അമേരിക്കത്തെ ട്രൈബൽ ലൈഫ് നമ്മൾ കാണുന്നത്. വാട്ട്സ് യുവർ നെയിം? പോൾ. നൈസ്. കുറേ സാധനം ഉണ്ടാക്കി വെച്ചിട്ടോ. ചില സമയത്ത് നമുക്ക് ആഫ്രിക്കയിലത്തെ ആൾക്കാരെ പോലെ തോന്നിട്ടാ. നമ്മൾ ആമസോണിൽ പോയപ്പോൾ അവിടുത്തെ ട്രൈബലായിട്ടുള്ള ആൾക്കാരുടെ ഉണ്ടാക്കി വെച്ച സാധനങ്ങളും ഇവിടുത്തെ ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ ഏകദേശം ചെറിയൊരു എവിടെയൊക്കെ സാമ്യമുണ്ട്. സംഭവം ഇവരൊക്കെ ഒരു ഗ്രൂപ്പ് ആയിരുന്നല്ലോ മുന്നേ, അതിൻ്റെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ. എന്തായാലേ അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള അമേരിക്കയും ഇവിടുത്തെ റിയൽ റെഡ് ഇന്ത്യൻസിൻ്റെ കഥകൾ കേൾക്കുമ്പോണ്ടല്ലോ വേറെ വേറെ ലോകം ഉണ്ട് അതൊക്കെ. കപ്പിത്താൻ അവിടെ കിടക്കണേടാ. ഈ കടകളിലൊക്കെ മുതലാളിമാർ കിടക്കത്ത ഇവിടെ എവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യാനേടാ. ഇതേണ്ട അമ്മച്ചിണ്ടാക്കിയുള്ള സാധനങ്ങളൊക്കെ കമ്പിളി വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാക്കിയ കളിക്കണേടാ. ഇവിടെ മുഖം കണ്ടോ നമ്മുടെ അടുത്ത പഴയ അമ്മമാരൊക്കെ ചെറിയൊരു മുഖ ചൈലി ചെറുതായിട്ട്. ഈശോ ഇവിടെ വേറെ വീട്ടിൽ കത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാക്കി ബഫല്ലോ റിബൺ ഇട്ടത് നോക്കിയണ്ട. ബഫല്ലോ റിബൺ ഉണ്ടാക്കണ നൈഫാണ് അവർ. അവരാ പണ്ടത്തെ ആയുധങ്ങൾ നമ്മൾ കാണട്ടോ. അവരിവിടെ ഹണ്ട് ചെയ്തും ഫിഷ് ചെയ്തും ഫിഷിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. നമ്മൾ വരുമ്പോൾ ഒരു മൗണ്ട് കണ്ടില്ലേ യൂട്ടേല, അത് യൂട്ടേലായിരുന്നു നമ്മൾ കയറിയത്. നമ്മൾ യൂട്ടേലും ക്രോസ് ചെയ്തിട്ട് നമ്മൾ വന്നത് ഇവിടേക്ക്. ഇവരുടെ Marlon. You are a Native American. Okay. You from Utah or Arizona? Arizona. Yeah. Okay, perfect. Thank you. അപ്പോൾ ചേച്ചിയുടെ കടയിൽ നമ്മൾ കാണണട്ടാ. കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചേച്ചി. ഇപ്പോഴത്തെ നാറ്റീവ് ഇന്ത്യൻസിൽ ആരെയും ഇല്ലേ, ഭയങ്കര നല്ല ആൾക്കാരാട്ടോ, അവർ രക്ഷയില്ല. ഇവിടെ വേറെ സംഭവം എന്താണെന്നറിയോ, ഇതൊരു മലയുടെ മുകളിലാണ് ഈ പോയിന്റ് നിൽക്കുന്നത്. നമ്മളിവിടെ നിന്ന് അങ്ങനെ നടന്നു പോകണമെങ്കിൽ കുറേ ക്ലിഫുകൾ കാണാം. നമ്മൾ ഗ്രാൻഡ് കാനിയോൺ കാണുമ്പോൾ ഏറ്റവും വലിയ ക്ലിഫുകൾ നമ്മൾ കാണും. ചെക്കൻ ഇവിടെ ഉണ്ട് വേറെട്ടാ, ഏറ്റവും വലിയ ക്ലിഫുകൾ കാണാം നമുക്ക്. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര വ്യൂ ആണെന്ന് പറയണേട്ടാ. 1 മണിക്കൂർ ട്രാവൽ ചെയ്യുമ്പിക്കില്ലേ, 1.5 മണിക്കൂർ ട്രാവൽ ചെയ്യുമ്പോഴേക്കും നമ്മൾ ആ ഈസിന്ന് പെട്ടെന്ന് ഈ ഡ്രൈനെസ്സിലേക്ക് വരണം. നിങ്ങൾ ആലോചിക്കുക, ഇവിടുത്തെ ടെറൈൻ്റെ റേഞ്ച് ആലോചിക്കുക, സമ്മതിക്കണടാ. ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഫുള്ള് ഇങ്ങനത്തെ ചെറിയ ചെറിയ ക്ലിഫുകൾ നമുക്ക് കാണാൻ പറ്റുക. ഫുള്ള് ഇങ്ങനത്തെ ഏരിയകളാട്ടോ ഇവിടെ. ചുറ്റുപാട് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി നിങ്ങൾ കണ്ട അങ്ങറ്റത്തേക്ക് നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. മലനിരകളും ഇവിടെ ചൂട് കാലത്ത് ഭയങ്കര ചൂടാവട്ടെ, അങ്ങനെയുണ്ട്. മണ്ണിനൊക്കെ കല്ലും കട്ടയും നിറഞ്ഞ മണ്ണായിട്ട് ഇവിടെ നോക്കണ്ട. ചെറിയ ചെറിയ കട്ട ഉറപ്പില്ലാത്ത മണ്ണ് പോലെ, നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കാണില്ല അങ്ങനത്തെ ഒരു മണ്ണ് പോലെ കേട്ടോ. എന്തായാലും ഡ്രൈനസിന് പ്രത്യേക ഒരു ഭംഗിയില്ലേ, വേറൊരു ലോകത്തിന് നമ്മളിപ്പോൾ വന്ന് നിൽക്കണം കേട്ടോ. ചിന്തിക്കാൻ പറ്റുമോ? അടിപൊളി. സോളോ അടിക്കുമ്പോൾ സംസാരിക്കാനായിട്ട് ആരും ഇല്ലെങ്കിലും ഉണ്ടല്ലോ, ഈ ക്യാമറയും ഇതൊക്കെ ഉള്ള കാരണം നമുക്കൊരു സമാധാനമാണ്. കുറേ ആൾക്കാർ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് കേട്ടോ നമുക്ക് വ്ളോഗ് ചെയ്യുമ്പോൾ. എന്തായാലും നമ്മൾ ഈ ടെറൈനിൽ നിന്ന് പതുക്കെ മിന്നി മായാണ്. നമ്മൾ നേരെ അരിസോണ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മായലോകത്തേക്കാണ് നമ്മൾ ഇനി അടുത്തത് യാത്ര ചെയ്യാൻ പോണത്. അവിടെയാണ് നമ്മളെ അടുത്ത വണ്ടേഴ്സ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ അരിസോണ
സ്റ്റേറ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള പരിപാടികളിലേക്ക് മൂവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടുത്ത സാധനം നമ്മൾ അടിച്ചു കഴിഞ്ഞു. നമ്മളത് 4 കോർണറിൽ ഫിനിഷ് ചെയ്തു കേട്ടോ. ഇന്നലെ നമ്മൾ പെഗോസ സ്പ്രിങ്ങിൽ കിടന്നുറങ്ങി. പെഗോസ സ്പ്രിങ്ങിൽ നിന്ന് രാവിലെ നമ്മൾ ഡുറാങ്കോ ക്രോസ് ചെയ്തു. ഡുറാങ്കോ ക്രോസ് ചെയ്തിട്ട് നമ്മളത് 4 കോർണർ എത്തിയിട്ടാണ്. ഇനി നമ്മൾ നേരെ ഈ കോർണറിൽ നിന്നുണ്ടല്ലോ, ഈ വഴിക്ക് ഇങ്ങനെ പേജ് എന്ന് പറഞ്ഞ സ്ഥലം കണ്ടോ. അവിടെ ഈ പേജ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്യണം. മൂവ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്നാണ് നമുക്ക് അടിയിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഈ ഗ്രാൻഡ് കനോൺ ഏരിയ, ഈ കാണാണ് ഗ്രാൻഡ് കനോൺ ഏരിയ അരിസോണയിലത്തെ. ഈ കാണുന്നതൊക്കെ മെക്സിക്കോ ആണ്. മെക്സിക്കോ എന്ന് വരുന്ന ആൾക്കാർ ആദ്യം അല്ലെങ്കിൽ ചാടി വരുന്ന ആൾക്കാരൊക്കെ ഈ അരിസോണ, ന്യൂ മെക്സിക്കോ, ടെക്സസ് ഈ 4 സ്റ്റേറ്റിലേക്കാണ് ശരിക്കും ഇവിടുന്ന് ചാടി വരുന്ന ആൾക്കാർ. നമ്മള് CA സിനിമയില് ദുൽഖർ വന്നില്ല, അതില് ആ ദുൽഖർ വന്നതിൽ എവിടെയെങ്കിലും ആയിരിക്കും. ടെക്സസ് ഭാഗത്താണെന്നുള്ളൂ ദുൽഖർ വന്നത്. അപ്പൊ ഈ 4 സ്റ്റേറ്റിന് ശരിക്കും കുടിയേറ്റക്കാർ വന്ന് കയറണത്. പിന്നെ അവിടെ നിന്ന് നിങ്ങളെ സ്പ്രെഡായിട്ട് പോണത്. അപ്പൊ നമ്മള് അരിസോണയില് ഫിനിക്സിലേക്ക് വന്നാൽ നമ്മൾ വീണ്ടും മോളേ കയറിയിട്ട് ലാസ് വേഗാസ് അടിക്കും. ലാസ് വേഗാസ് നമുക്ക് സ്പെഷ്യൽ പരിപാടികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ലോസ് ആഞ്ചലസിലേക്ക് പോകണം കേട്ടോ. എന്തായാലും അമേരിക്ക നമ്മൾ നിന്നലക്കിക്കൊണ്ടിരിക്കണം. അതാണ് അടുത്ത രസം. അപ്പൊ നമ്മൾ 1, 2, 3, 4, 5, 6, 7 പേരണം കഴിഞ്ഞു. എന്നാലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോണത് അരിസോണയിലേക്ക് കേട്ടോ. പിന്നെ കുറെ പേര് നമ്മൾ ചോദിച്ചു അമേരിക്കയിൽ 48 50 സ്റ്റേറ്റ് ഉണ്ട് സാൻഡപ്പാന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ആദ്യത്തെ എപ്പിസോഡിലൊക്കെ നമ്മൾ അതിനെ പറ്റി വിശദീകരണം തന്നിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി നമുക്ക് പറയാം. നമ്മൾ ഈ കാണുന്ന മാപ്പ് കണ്ടോ, നമ്മള് അമേരിക്ക 3 സ്ഥലങ്ങളിൽ വ്യാപിച്ച് കിടക്കണം. ഒന്നെന്ന് പറയുന്നത് അലാസ്കയാണ്. നമ്മൾ കാനഡയുടെ ഏറ്റവും നമ്മൾ കാനഡ കാണുന്നതിന്റെ മുകളിൽ ഒരു റഷ്യയിൽ നിന്ന് അമേരിക്ക വാങ്ങിയൊരു ഭാഗമാണ് അലാസ്ക. ഈ അലാസ്ക എന്ന് പറയുന്നത് 49ാമത്തെ സ്റ്റേറ്റിന്. പിന്നെ ഹവായ് ബീച്ച്, ഇത് പെസഫിക്കിൽ നിൽക്കുന്നത്. ഹവായ് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിന്റെ വെസ്റ്റ് സൈഡിലാണ്. വെസ്റ്റ് സൈഡിൽ നമ്മുടെ പെസഫിക് സമുദ്രത്തിലാണ് ഹവായ് നിൽക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂട്ടിയിട്ടുണ്ട് 50 സ്റ്റേറ്റുകൾ. പക്ഷെ നമുക്ക് ഒറ്റ സ്ട്രെച്ചില് 48 സ്റ്റേറ്റിലെ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. നമ്മളതിന് ഈ 48 എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ കാണാത്തവരാണ് അത് കമന്റ് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും നമ്മൾ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. ഇതിന്റെ വലിയ സംസ്ഥാനങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ കിട്ടാന്നുള്ള സ്റ്റേറ്റുകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ന്യൂയോർക്ക് പോലെ. തിരിച്ച് നമുക്ക് ഡാലസിലേക്ക് വരണം. ഡാലസ് വരൂട്ടാ ജിമ്മേ, കമോൺ. പിന്നെ ഒരു സംഭവം നമ്മൾ പറയാൻ മറന്നു. നമ്മൾ യൂട്ട ഭയങ്കര എക്സ്പ്ലോറേഷൻ ഒരു സംസ്ഥാനമാണ് ശരിക്കും അമേരിക്കയിലെ. ഇപ്പൊ നമ്മൾ ജസ്റ്റ് കാലെടുത്ത് വെച്ച് നമ്മൾ കൗണ്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമ്മൾ തിരിച്ച് വാഷിംഗ്ടണിൽ നിന്നൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ നമ്മൾ പിടിക്കും. നമ്മൾ ഈ ഒരു ഏരിയ പിടിച്ച് മൊണ്ടാനൊക്കെ വന്ന് ഈ ഒരു ഏരിയ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് 2ാമത്തെ അടിയിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് പോവുക. അപ്പൊ അതുകൊണ്ട് യൂറ്റ നമ്മൾ വേറെ, പിന്നെ അത് മാത്രമല്ല നമ്മൾ ട്രക്ക് ലൈഫ് യൂറ്റയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ യൂറ്റ നമ്മളിങ്ങനെ മാറ്റി വെച്ചിരിക്കണം. നമ്മൾ യൂറ്റനെ അലക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അത് കാരണം യൂറ്റ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്തട്ടാ. ന്യൂ മെക്സിക്കോ നമ്മൾ ജസ്റ്റ് കൗണ്ട് ചെയ്തു. പക്ഷെ നമുക്ക് പിന്നെ ഒരു സമയത്ത് ഇവിടെ കൗബോയിയുടെ ഒരു കളി കളിക്കാൻ നമ്മൾ നോക്കുന്നുണ്ട് ന്യൂ മെക്സിക്കോയിൽ. അത് ഈ തവണത്തെ യാത്രയിലല്ല, നമ്മൾ വേറൊരു സമയത്ത് ഇവിടെ കൗബോയി വന്നിട്ട് അടിക്കും. പക്ഷെ നമ്മൾ ന്യൂ മെക്സിക്കോ ഇപ്പൊ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അങ്ങനെ 7 സംസ്ഥാനങ്ങൾ നമ്മുടെ കഴിഞ്ഞിരിക്കട്ടപ്പോ. അപ്പൊ അങ്ങനെ നമ്മള് 4 കോർണർ കഴിഞ്ഞ് അടുത്ത ഒരു വേൾഡിലേക്കാണ് നമ്മൾ പോണത്. മോണുമെന്റ് വാലിലേക്കാണ് നമ്മളിന്റെ അടുത്ത യാത്ര പോകണ്ട. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഇവിടെ നിന്ന് കയറി ഏകദേശം ഒരു 100 മൈലാന്നുകൊണ്ട് ഇന്റർനെറ്റ് ഇവിടെ കിട്ടുന്നില്ല. അപ്പൊ എന്തായാലും നമുക്ക് റണ്ണിങ്ങിൽ എത്ര കിലോമീറ്റർ നമുക്ക് നോക്കി കാണാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പടങ്ങളൊക്കെ എടുത്തുള്ള സ്ഥലങ്ങളിലൊന്നും ശരിക്കും മോണുമെന്റ് വാലിയുടെ ഭയങ്കര ബ്യൂട്ടിയാന്നാണ് പറയണത്. എന്തായാലും നമുക്ക് നോക്കി കാണാം. അപ്പൊ നമുക്ക് 4 കോർണറൊക്കെ വിട പറഞ്ഞ് നമുക്ക് നമ്മുടെ റൂട്ട് പിടിക്കാം. മോണുമെന്റ് വാലിയിലേക്ക് ഏകദേശം ഒരു 100 മൈലാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഫോൺ വിളിച്ചപ്പോൾ 100 മൈൽ എന്നാ പറഞ്ഞു. നോട്ടെ, ഭയങ്കര മൊമെന്റ് ആട്ടാ. ജിയോഗ്രാഫിക്ക് നമുക്ക് ഇത് കാണാൻ പറ്റില്ല. ഭയങ്കര സന്തോഷമുണ്ട്. നമുക്ക് വിട്ടു പോവാം. വിജയനതയുടെ അവസാന വാക്കെന്നൊക്കെ പറയില്ലേ, ഈശോ ഒരു ചെറിയ ഫെരാരിയാണ് പറഞ്ഞത്. അതിന്റെ അടിമുട്ടി തോന്നിട്ട് ഇപ്പൊ തന്നെ. നമ്മളിവിടെ വന്നപ്പോ ഒരു മലയാളി ഫാമിലി നമ്മളോട് സംസാരിച്ചുട്ടാ. അത് വേറൊരു സംഭവമായിട്ട് എന്തായാലും അവർക്ക് പിന്നെ പ്രൈവസി ഇഷ്യൂ കാരണം വീഡിയോ എടുത്തില്ല കേട്ടോ. അവര് ഒരു മലയാളി ഫാമിലി വന്നിട്ട് സാൻഡപ്പാൻ എന്ത് ഇവിടെ എല്ലായിടത്തും പോകുമ്പോ എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. അത് വലിയ സന്തോഷം. അത് അമേരിക്കയിലെന്ന് പറയുമ്പോഴാണ് അതിന്റെ വലിയ സന്തോഷം കേട്ടോ. അപ്പൊ നമ്മൾ വെച്ച് പിടിക്കുന്നു. ഓഫ്, എന്തുട്ട സ്ഥലങ്ങളല്ലേ. സോണയില് ഫുള്ള് മലനിരകളാട്ടാ. ഇങ്ങനെ ഡ്രൈ കുന്നുകൾ എന്നൊക്കെ പറയില്ലേ, ഡ്രൈ കുന്നുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ട്രൈറ്റ് ഇവിടേക്ക് കാണുന്നപ്പോ റോഡിന്റെ കളർ ബ്ലാക്ക് ആയിട്ടാ. അരിസോണ സ്റ്റേറ്റിലേക്ക് കാണുന്നപ്പോ റോഡിന്റെ കളർ ചിലർ ചേഞ്ച് ചെയ്തു. നമുക്ക് ഇന്റർനെറ്റ് കിട്ടാത്ത തന്നെ എവിടേക്ക് പോകണമെന്ന് അന്തം കൊണ്ടൊന്നുമില്ല. നമുക്ക് അടുത്ത സ്റ്റോപ്പ് എത്തുമ്പോൾ അടുത്തൊരു മെയിൻ ടൗൺ എത്തുമ്പോൾ നമുക്ക് നെറ്റ് ഉപയോഗിക്കാം.